നമസ്കാരം. പരിസ്ഥിതി പ്രവർത്തകയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ഗ്രെറ്റ തുൻബർഗിനെ അനധികൃത കുടിയേറ്റക്കാരെ തടവിലിടുന്ന ജയിലിലടച്ചതായി റിപ്പോർട്ട്. അനധികൃതമായി ഇസ്രായേൽ അതിർത്തി ലംഘിച്ച ഗ്രെറ്റയും കൂടെയുള്ള 11 പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇസ്രായേൽ തുറമുഖ നഗരമായ ആഷ്ഡോഡിലാണ് ഇപ്പോഴുള്ളത്. തന്റെ കക്ഷി എവിടെയാണ് ഉള്ളത് എന്നതിന്റെ പൂർണ്ണ വിവരം ലഭിക്കണമെന്നും അവരെ കാണാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഗ്രെറ്റയുടെ അഭിഭാഷകൻ നരിമാൻ ഷെഹാഡെ സോയാബീൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഗാസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അവബോധമുയർത്താനായി ഇറ്റലിയിൽ നിന്നും ഫ്രീഡം ഫ്ലോട്ടില കൊയിലേഷൻ സംഘടിപ്പിച്ച കടൽ യാത്രയിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് തടഞ്ഞത്. ബ്രിട്ടീഷ് പതാക വഹിക്കുന്ന മാഡ്ലിൻ എന്ന യാത്രാക്കപ്പലിനെ സ്പീഡ് ബോട്ടുകളും ഡ്രോണുകളും പിന്തുടരുകയായിരുന്നു. തുടർന്ന് ആളില്ലാ ഹെലികോപ്റ്ററുകൾ എത്തി. ഇതുവരെ തിരിച്ചറിയാത്ത ഒരു വെളുത്ത ലൈന് കപ്പലിലേക്ക് സ്പ്രേ ചെയ്തു. തുടർന്നാണ് IDF കപ്പൽ പിടിച്ചെടുത്തത്. തുടർന്ന് കപ്പൽ ഇസ്രയേലി കമാൻഡോകൾ ഏറ്റെടുക്കുകയും അതിലുണ്ടായിരുന്ന ആക്ടിവിസ്റ്റുകളെ അറസ്റ്റ് ചെയ്ത് തെക്കൻ ഇസ്രയേലിലെ അഷ്ഡോഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ തങ്ങളുടെ കക്ഷികൾ എവിടെയാണെന്നതിനെക്കുറിച്ച് ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് ഇവരുടെ അഭിഭാഷകർ പറയുന്നത്. നേരത്തെയുള്ള അനുഭവം വെച്ച് ഗ്രെറ്റ തുൻബർഗിനെയും മറ്റുള്ളവരെയും റാമി പട്ടണത്തിനടുത്തുള്ള ഗിവൺ ജയിലിലേക്കായിരിക്കാം കൊണ്ടുപോയിരിക്കുക എന്ന് കരുതുന്നതായും അവർ അറിയിച്ചു. അവിടെയാണ് സാധാരണയായി അനധികൃത കുടിയേറ്റക്കാരെ തടവിൽ താമസിപ്പിക്കുന്നത്. മാത്രമല്ല, നാടുകടത്തൽ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ വിധിക്കുന്നത് അവിടെ ഒരു അതിവേഗ കോടതി പ്രവർത്തിക്കുന്നുണ്ടെന്നും സോയാബി പറഞ്ഞു. അവരും മറ്റ് 5 പേരും ഇപ്പോൾ ആഷ്ഡോഡിൽ കാത്തിരിക്കുകയാണ്. നാടുകടത്തൽ നടപടികൾ പെട്ടെന്നുണ്ടാകുമെന്നാണ് അവർ കരുതുന്നത്. ഗ്രേറ്റയും കൂടെയുള്ളവരെയും തടവിൽ പാർപ്പിക്കണമെന്ന് ഇസ്രായേലിന് ആഗ്രഹമില്ല. ഗ്രേറ്റയ്ക്കും കൂട്ടർക്കും ഇസ്രായേലിൽ കൂടുതൽ തങ്ങാൻ താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ നാടുകടത്തൽ പ്രക്രിയ എളുപ്പത്തിലാകും. എന്നാൽ നാടുകടത്തപ്പെടുന്നവരെ അവർക്ക് ഗിവൺ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. ഇതിനിടയിൽ കപ്പൽ ഇസ്രായേലി സൈന്യം തടഞ്ഞപ്പോൾ സഹായത്തിനായി ഗ്രേറ്റ തന്റെ മാതൃരാജ്യമായ സ്വീഡനോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അവർ കൈയൊഴിയുകയായിരുന്നു. തന്റെ അനുയായികളോട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ ഗ്രേറ്റ ആവശ്യപ്പെട്ടെങ്കിലും ഗ്രേറ്റയ്ക്ക് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം ആവശ്യമില്ലെന്നാണ് കരുതുന്നത് എന്നായിരുന്നു വിദേശകാര്യ മന്ത്രി മറിയ മാൽമർ പ്രതികരിച്ചത്. ഔദ്യോഗിക നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തള്ളിക്കളഞ്ഞ് ഇത്തരമൊരു യാത്രയ്ക്ക് ഒരുങ്ങിയവർക്ക് മേൽ വലിയ ഉത്തരവാദിത്തമാണ് ഉള്ളതെന്നും സ്വീഡിഷ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. സ്വീഡിഷ് പാർലമെന്റിന് പുറത്ത് ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേർ തടിച്ചുകൂടിയിരുന്നു. നിലവിൽ ഗ്രേറ്റയ്ക്ക് സഹായമൊന്നും ആവശ്യമില്ലെന്നും ഏതെങ്കിലും വിധത്തിലുള്ള കോൺസുലാർ സഹായം ആവശ്യമായി വരുമ്പോൾ ഇടപെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു ഇടവേളയിലെ പ്രതിഷേധം മാത്രമാണിതെന്നാണ് ഗ്രേറ്റയുടെ വിമർശകർ പറയുന്നത്. ഗാസയിലെ ജനങ്ങൾക്കല്ല ഗ്രേറ്റ ഭക്ഷണം കൊടുക്കുന്നതെന്നും സ്വന്തം ഈഗോ പരിപോഷിപ്പിക്കുകയാണെന്നും ഇസ്രായേലും പ്രതികരിച്ചു. സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന ഫ്രീഡം ഫ്ലോട്ടില കൊയിലേഷൻ എന്ന സംഘടനയും ഗ്രേറ്റ തുൻബർഗും അവരുടെ പ്രശസ്തിക്കും പ്രതിച്ഛായ വളർത്തലിനുമായി മാത്രം സംഘടിപ്പിച്ചതാണ് ഈ പരിപാടിയെന്നും ആരോപണമുയരുന്നുണ്ട്. അതേസമയം കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും സുരക്ഷിതരാണെന്നും ആർക്കും പരിക്കുകളൊന്നും പറ്റിയിട്ടില്ലെന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഇവർ സഞ്ചരിച്ച കപ്പൽ ഗാസയിൽ എത്താതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് നേരത്തെ തന്നെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഫലസ്തീൻ മേഖലയിലെ നാവിക ഉപരോധം മറികടക്കാൻ ഇസ്രായേൽ ആരെയും അനുവദിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഈ മാസം 1-ാം തീയതിയാണ് കപ്പൽ ഇറ്റലിയിലെ കറ്റാനിയ തീരത്തെ സിസിലി തുറമുഖത്ത് നിന്ന് ഗാസ ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. ഇത് 2-ാം വട്ടമാണ് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ഫ്രീഡം ഫ്ലോട്ടിലയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു ആദ്യത്തെ ശ്രമം നടന്നത്. അന്ന് മാൾട്ട തീരത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ കപ്പലിൽ ഡ്രോൺ പതിച്ചിരുന്നു. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നായിരുന്നു സംഘത്തിന്റെ ആരോപണം. അന്ന് കപ്പലിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. നേരത്തെ കപ്പലിന് ചുറ്റും ഇസ്രായേൽ നേവിയുടെ ബോട്ടുകൾ വട്ടം വിട്ടിരുന്നു. ഇതിനിടെ മടങ്ങിയില്ലെങ്കിൽ വെടിവെക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ മരിച്ചാലും മടങ്ങില്ലെന്നായിരുന്നു ഗ്രേറ്റയും സംഘവും വ്യക്തമാക്കിയത്. അതേസമയം ഇസ്രായേൽ കപ്പൽ പിടിച്ചെടുത്തതിനെ തുടർന്ന് തങ്ങളെ അവർ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു ഗ്രേറ്റയും സംഘവും ആരോപിച്ചത്.